കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലമായോന്നറിയാൻ ഒന്ന് റോഡിലൂടെ ഇറങ്ങി നടന്നാൽ മതി. ആ ജാഥ, ഈ ജാഥ, മറ്റേ ജാഥ, അങ്ങനെ വടക്ക് മുതൽ തെക്ക് വരെ മുക്കിന് മുക്കിന് ജാഥ. വികസന മുന്നേറ്റ യാത്ര, പുതുയുഗ യാത്ര, ജനമുന്നേറ്റ യാത്ര, അങ്ങനെ പേരുകൾ പലതും മാറി മാറി വരും. കൊടിയുടെ നിറവ് മാറും. പക്ഷേ എല്ലാ യാത്രയുടെയും ലക്ഷ്യം ഒന്ന് തന്നെ. ഏത്? അത് തന്നെ, ഇലക്ഷന് നാട്ടുകാർ വോട്ട് ചെയ്യാൻ വരണം, നമ്മുടെ പാർട്ടിക്കിട്ട് തന്നെ കുത്തണം, പോണം. ഒരു മിനിറ്റ്, അവിടെ വേറെന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം. ഹിന്ദിയിലാണല്ലോ. ഈ വേതന വർധനവോ മറ്റോ ആവശ്യപ്പെട്ടുള്ള ഈ അതിഥി തൊഴിലാളികളുടെ സമരമാണെന്ന് തോന്നുന്നു. LTF സിന്ദാബാദ് എന്നല്ലേ പറയണേ? ഹിന്ദി വലിയ വശമില്ല, എന്നാലും ആ ഫ്ലെക്സ് ഒന്ന് വായിച്ചു നോക്കാം. LTF की नेतृत्व में विकास की. അങ്ങനെ വരട്ടെ, ഇപ്പൊ സംഗതി മനസ്സിലായി. നമ്മുടെ LDFനെ മലയാളികൾക്കിടയിൽ മാത്രമല്ല, അങ്ങ് നോർത്തിലും ഉണ്ട് പിടി. ഈ സർക്കാരിനെ കുറിച്ച് ഞങ്ങൾ ഹിന്ദിക്കാർക്കും രണ്ട് വാക്ക് പറയാനുണ്ട്. जो ये सरकार है उनको अच्छा से देखभाल करता है, काम देता है, अच्छा से पैसा सैलरी ऐसा मिलता है. अच्छा अच्छा, बहुत अच्छा. पूरा चीज का ध्यान रखता है. हम लोग अपना मर्जी से आया है. ഇതൊക്കെ ആരാ പഠിപ്പിച്ചേ? വരട്ടെ വരട്ടെ, ഉള്ളീന്ന് അങ്ങോട്ട് വരട്ടെ. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഇപ്പൊ നിങ്ങൾ കണ്ടതില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എല്ലാം നിങ്ങൾക്ക് വെറുതെ തോന്നിയതാ. ശരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞുതരും. അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. നൂറുകണക്കിന് ആളുകൾ അവരെ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവരെ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. സംശയമൊന്നുമില്ലല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല കാലഘട്ടങ്ങളിലും നല്ല നല്ല സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ കോമാളിയായ ഒരു സെക്രട്ടറി ആദ്യമായിട്ടാണ് പാർട്ടിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ LDFന്റെ വികസന മുന്നേറ്റ യാത്ര അതിഥി തൊഴിലാളികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു വശത്തും, VD സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗ യാത്ര സ്നേഹത്തള്ളും സ്നേഹത്തല്ലും ഒക്കെ ആയിട്ട് മറ്റു വശത്തും തലങ്ങും വെല്ലങ്ങും നടക്കുവാണ്. അത് പറഞ്ഞപ്പോഴാ, ഈ സ്നേഹത്തള്ളിലും സ്നേഹത്തല്ലിലും ഒന്നും മുരളിയേട്ടൻ അത്ര ഹാപ്പി അല്ല കേട്ടോ. ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. അതിന്റെ ഇടയിലാണ് അങ്ങ് പാലായെന്നൊരു ബഹളം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കൂ? നിങ്ങൾ കിടന്ന് പരിങ്ങാതെ ആ മൈക്കിങ് തന്നേ. പക്ഷെ ജോസ് സാറിന് അത്ര ഉറപ്പ് പോരല്ലോ. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. പാർട്ടി തീരുമാനിക്കും എന്നല്ല പറഞ്ഞേ, പാർട്ടി തീരുമാനിക്കും, ആലോചിച്ചിട്ട് എന്താണെന്നുള്ള പാർട്ടി തീരുമാനിക്കും. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സ്ഥിതിക്ക് റോഷി മന്ത്രി കോംപ്രമൈസ് അവിടെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തല സംശയങ്ങളോ ഇടകളോ എവിടെയെങ്കിലും പാർട്ടി പ്രവർത്തകരിലോ പൊതുജനങ്ങളിലോ സമൂഹത്തിലോ മാധ്യമത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നുണ്ടായത് വിഡ്രോ ചെയ്യണം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.